ലാലേട്ടൻ സംവിധാനം ചെയ്ത ബെറോഫ് എന്ന ചിത്രം തിയേറ്ററിലെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എത്തിയിരിക്കുകയാണ്. സമ്മിശ്ര പ്രതികരണമാണ് പലയിടത്തു നിന്നും കിട്ടുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കാണുമ്പം മിക്കവാറും ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിൽ മികച്ച പ്രതികരണം തന്നെയാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഈ ചിത്രം മികച്ച പ്രതികരണം തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ പലയിടത്തു നിന്നും ഡീഗ്രേഡ് ഇതിനെ ബാധിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രത്യേകിച്ച് ചില യൂട്യൂബ് ചാനലുകൾ വളരെ മോശപ്പെട്ട ചിത്രം എന്നുള്ള രീതിയിൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ ഒരു മോചനം എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കളക്ഷൻ അതിന് മറുപടി കൊടുക്കും എന്ന് തോന്നുന്നു. കേരള ട്രാക്കിംഗ് കളക്ഷൻ പ്രകാരം 2.5 കോടി രൂപയാണ് ഇന്ന് ട്രാക്കേഴ്സ് ഇട്ട പ്രകാരം അറിയാൻ പറ്റുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ആദ്യ ദിനം ഇത് 4.5 കോടി 5 കോടി റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. എല്ലായിടവും ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലയിടത്തു നിന്നും ഒരു ഡീഗ്രേഡിങ് ഇതിനെതിരെ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നു കൂടാ. പ്രത്യേകിച്ച് ലാലേട്ടൻ ചിത്രങ്ങൾക്ക് സ്ഥിരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നതും പല കമൻറ്റുകളുമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. അത് ഒരേ തരത്തിലുള്ള കമൻറ്റുകളും ഒരേ തരത്തിലുള്ള ചില യൂട്യൂബർമാരൊക്കെ റിവ്യൂ ചെയ്തപ്പം വളരെ മോശപ്പെട്ട, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഈ ഒരു പടത്തിന് പോലും ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്ക് മോശം അഭിപ്രായം പറഞ്ഞ ചില യൂട്യൂബ് ചാനലുകളുണ്ട്. അതിൻ്റെ വിശദമായ വീഡിയോകൾ നമ്മൾ ഇടുന്നതാണ്. അപ്പം ഞാൻ പൊതുവേ കണ്ടു കഴിഞ്ഞപ്പം ഈ ചിത്രം ഒരു മികച്ച അനുഭവം തന്നെയാണ് നൽകുന്നത്. ഏതായാലും വൈഡായിട്ട് ട്രാക്കേഴ്സ് നൽകുന്ന കണക്കും പ്രകാരം എന്ന് പറയുന്നത് 8-10 കോടി രൂപയ്ക്ക് അടുത്തെങ്കിലും ഇന്ന് ഈ ചിത്രം നേടും എന്ന് തന്നെ അറിയാൻ പറ്റുന്നു. തമിഴ്നാട്ടിലായാലും കർണാടകം, ഹൈദരാബാദ് എന്നീ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത് വൈകുന്നേരങ്ങളിൽ ഫാസ്റ്റ് ഫില്ലിങ് നടക്കുന്നുണ്ട്. മികച്ച ബുക്കിംഗ് ആണ് ഈ ചിത്രത്തിന് ഉണ്ടാകുന്നത് എന്നുള്ളതും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ കൊച്ചി, തിരുവനന്തപുരം മേഖലയിലെല്ലാം തന്നെ മിക്കവാറും ഹൗസ്ഫുൾ ഷോകളാണ് വൈകുന്നേരങ്ങളെല്ലാം ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതും സന്തോഷത്തിന് വക നൽകുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള മനഃപൂർവ്വമുള്ള ഡീഗ്രേഡിംഗ് ഒന്നും ചിത്രത്തെ ബാധിച്ചിട്ടില്ല. കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ബെറോഫിൻ്റെ ആദ്യ ദിന കളക്ഷൻ ഏകദേശം വേൾഡ് ഏകദേശം 8 കോടിക്ക് മുകളിൽ എത്താനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. കേരള കളക്ഷൻ ഏകദേശം 4.5 കോടി റേഞ്ചിൽ വന്നു നിൽക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ ഡീഗ്രേഡിങ് ബാധിച്ചിട്ടുണ്ടോ എന്നറിയേണ്ടത് നാളെയാണ്. നാളത്തെ ബുക്കിംഗ് ഡേറ്റുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഏതായാലും അത് നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടൻ ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നിച്ചോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് ഇത്തരം വലിയ ഹൈപ്പിലൊന്നും വരാതിരുന്നിട്ടും ഇത്രയും ഡീഗ്രേഡ് നേടിയിട്ടുണ്ടെങ്കിലും ഈ ചിത്രം ആ 4.5 കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യുന്നു എന്നറിയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പവർ തന്നെ വ്യക്തമാക്കുന്ന കാഴ്ച തന്നെയാണ്.